പരസാറിന്റെ കോളിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. ആളെനിക്കൊരു ബ്രദറിനെ പോലെയാണ്. ഈ ബൈക്ക് ഞാൻ ചോദിച്ചു മേടിച്ചൊന്നല്ല, മൂപ്പരായിട്ട് എനിക്ക് ഇങ്ങോട്ട് തന്നത്. ഞാൻ എന്താ ജാക്കറ്റ് ഇടാത്തതെന്ന് മൂപ്പർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിലും വലിയ തണുപ്പൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് വീരവാദം മുഴക്കിയ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് തണുപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കിയത്. തണുത്തിട്ട് കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങി. കൈയാണെങ്കിൽ ഡ്രൈ ആയി. അപ്പോഴാണ് ഞാൻ എന്റെ ഫോൺ എടുത്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്. 16 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. ഇതിലും എത്രയോ ചെറിയ ടെമ്പറേച്ചറിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിലും എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ യാത്ര അടിപൊളിയായിരുന്നു. വഴിയിൽ വെച്ചൊന്ന് പെട്രോൾ തീർന്നാലോ വണ്ടി കേടായാലോ ഒന്നും ചെയ്യാനില്ല, ഒരു കടയും ഇല്ല. 10-20 കിലോമീറ്ററോളം ഈ ഗ്രാമത്തിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ ഹൈവേ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പതിയെ റോഡ് മോശമാവാൻ തുടങ്ങി. കുറച്ചങ്ങനെ പോയപ്പോ നമ്മൾ ഹൈവേയിലേക്ക് കയറി. ഈ യാത്ര എങ്ങനെ വെറുതെ ഒന്നുമല്ല, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആദ്യം ഒന്ന് ചാർജ് ആവാൻ വേണ്ടി ഒരു ചായയും മസാല ദോശയും കഴിച്ചു. അവിടുന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ എക്സാം സെന്റർ. അതെ, ഈ പോക്ക് നെറ്റ് എക്സാം എഴുതാനാണ്. ആദ്യത്തെ അറ്റംപ്റ്റ് ഒന്നും അല്ല, പക്ഷേ ഒരു ഡ്രീമാണ്. എന്റെ റെസ്യൂമി ലൈഡ് ചെയ്യാൻ വേണ്ടി ഒരു 1 ലൈൻ. എക്സാം എഴുതി തിരിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് സമയമെടുത്ത് ചെയ്തതുകൊണ്ട് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു സാമ്യമൊക്കെ ഉണ്ട്. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് ആന്ധ്രയിലാണെന്ന് കേട്ടിട്ടുണ്ട്. കാൽനടയായും സൈക്കിൾ ചവിട്ടിയും ദിവസങ്ങളോളം എടുത്താണ് ഓരോരുത്തരും മല കയറുന്നത്. ഇടയ്ക്ക് വെച്ച് ചിക്കൻ കടയിൽ നിർത്തി നല്ല കബാബ് അടിച്ച് തിരിച്ചു പോയി.